പുതിയ വ്ളോഗിലേക്ക് അങ്ങനെ നമ്മളെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ പനിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പനി കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും കാണിക്കാൻ പോകുന്നത്. പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പനീനെ പറ്റി ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇവിടെ ഫുള്ളുണ്ട് പൂപ്പയും കാര്യങ്ങളാണ്. അപ്പോൾ മെഷീനൊക്കെ എടുത്തിട്ട് നമ്മൾ ഇന്നലെ മുതൽ കഴുകണാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ട്. പക്ഷേ ഫുള്ളാക്കാൻ പറ്റണില്ല, ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. ഈ പനിയുടെ ബുദ്ധിമുട്ടുകളും മറ്റുള്ള ബുദ്ധിമുട്ടുകളും കൊണ്ടൊക്കെ. അപ്പം നമുക്ക് വഴിയെ കാര്യങ്ങൾ കാണാം. രാവിലെ ഈ പൂപ്പിൽ കളയണതിൻ്റെ പണിയും കണ്ട് ഞാനും അമ്മും കൂടി ചായ കുടിക്കുന്നത്. മുത്തു അവിടെ ഇതിനുള്ള വെള്ളം സെറ്റാക്കണമെങ്കിലും ശരിയായിട്ടുണ്ടായില്ല. ചായക്ക് ചൂടില്ലല്ലോ. അമ്മൂൻ്റെ അടുത്ത് പാത്തിരിക്കണ്ട്. പാത്തു കണ്ട ഞങ്ങളെ പാത്തു, 2 കണ്ണുള്ള പാത്തു, അല്ല 2 കളർ കണ്ണുള്ള പാത്തു. കണ്ടാ പാത്തിന്റെ കണ്ണിന്റെ കളറ്. ഇന്നത്തെ ദിവസം അങ്ങനെ റേഷൻ പീടികയിൽ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ടാസ്കുകളൊക്കെ. അപ്പോൾ റേഷൻ പീടിയിൽ നിന്ന് റേഷനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ മമ്മൂന് മരുന്ന് കൊടുക്കണ്. എന്താ പറയാ, അടിപൊളി പനി എന്ന് പറയാ. പൊന്താൻ പറ്റാത്ത പനി, അത്രയും തലവേദനയൊക്കെ കൂടിയുള്ളൊരു പനിയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഫുൾ ക്ലീനിങ് ആണ്. ഇൻ്റർലോക്കും ചെമരൊക്കെ ഫുൾ പൂപ്പൽ പിടിച്ചിട്ട് അപ്പം അതിൻ്റെ ഇതൊക്കെ ഇന്നലെ ചെയ്തണം കേട്ടോ. ഇനിയുണ്ട് ക്ലീൻ ആവാനായിട്ട്. പക്ഷെ കറണ്ട് ഇല്ല. കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി ബാക്കി പരിപാടികൾ നടക്കുള്ളൂ. ഇന്നിപ്പോൾ റേഷൻ പീടികയിലല്ല, വേറെ സ്ഥലങ്ങളിലും പോകാനുണ്ട്. പുതിയ കാവിലൊന്നും പോകണം. മുത്തുൻ്റെ വണ്ടി അതിൻ്റെ ജസ്റ്റ് ഒന്ന് മുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും പിന്നെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. പക്ഷേ മഴ പോകുമ്പോൾ അധികം കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് നല്ല മഴ ആയിട്ട് അപ്പോൾ പോകണ വഴിയിൽ പെട്രോളും കൂടി അടിക്കാൻ, പെട്രോൾ കമ്മിയായിരുന്നു. അപ്പോൾ അതടിച്ച് പോവാം. അമ്മച്ചിയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിപാടി ഉണ്ട് ചൊവ്വാഴ്ച. അപ്പം അതിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ. കാരണം മഴ നോക്കി ഈ സമയപ്പത്തിനും അടിപൊളി മഴ ആയിട്ടുണ്ട്. ഞാൻ മുരുകൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി പുതിയ കാവ് എത്തണം. അതിൻ്റെ ഇടയിൽ വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അവനെ അവിടെ നിന്ന് അവനെ പൊക്കിയിട്ട് ഇനിയിപ്പോൾ റോട്ടിലൊക്കെ ഭയങ്കര തിരക്ക്. ഞാൻ പോരുമ്പോഴും നല്ല ബ്ലോക്ക് ആയിരുന്നു. ഇത് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. മഴ പ്ലസ് തിരക്ക്, മഴത്തിരക്ക്, എന്താണ് വൈപ്പ് സാധനം. അങ്ങനെ നമ്മൾ ചാടിക്കാൻ വേണ്ടി 8 രൂപയുടെ കടി ഞാൻ 3 കഴിച്ചുള്ളൂ. അതിനും വേണ്ടി മുത്തു 9 ഇരുന്ന് മത്സരിച്ച് തിന്നിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിന്നുന്നുണ്ട്. അതിനിടെ മഴയും നല്ല സുഖമുണ്ടായി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പത്തെ ചൂട് സാധനം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും തിന്നാനായിട്ട്. അതുകൊണ്ട് തിന്നു പോകണമെന്നറിയില്ല. പിന്നെ വേഗം നമ്മൾ 1-2 എണ്ണം കഴിച്ചിട്ട് ഇറങ്ങി. മുത്തു പിന്നെ 9 എണ്ണത്തോളം കഴിച്ചിട്ടായി. മമ്മൂൻ്റെ റിസൾട്ട് മേടിക്കാണ്ട്. ഈ ബാദമിന്റെ ഒരു റിസൾട്ട് കിട്ടാറുണ്ട്. മമ്മൂൻ്റെ പനി കുറഞ്ഞെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പനി വന്നോളൂ. അപ്പോൾ എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്, ഇനിയിപ്പോൾ എന്തെങ്കിലും അണുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് തലേന്ന് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ റിസൾട്ട് ഒരെണ്ണത്തിൻ്റെ ഇന്ന് കിട്ടുള്ളൂ. അത് മേടിക്കാനെന്ന് മമ്മൂൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ അവർ പറഞ്ഞത് ഇതല്ല. ഇനിയിപ്പോൾ പോവാം. അമ്മച്ചിക്ക് മരുന്നും മേടിച്ചിട്ട് പോവാന്ന് നോക്കിയപ്പോണ്ട് മുത്തുവിനെ കാണില്ല. തൊട്ടടുത്ത് ആംബുലൻസ് വന്ന് കിടക്കണോണ്ട് എന്തായാലും അവിടെ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഞാൻ നോക്കണമെങ്കിൽ അവൻ ചിലപ്പോൾ ആംബുലൻസ് കയറിപ്പോയേനേട്ടാ. ഹോസ്പിറ്റലിലേക്ക് എന്താ അത്യാവശ്യത്തിന് വന്നാണ്. പിന്നെ അവരെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടി ഇനി നേരെ ഇനി വീട്ടിൽ പോകണം. അപ്പം മമ്മു ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ബിസ്ക്കറ്റ് വേണ്ടേ? ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണ്ട. അപ്പൊ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വരണം. താങ്ക് യു. എന്ത് മേടിച്ചില്ല? മുട്ട ബജി, പരിപ്പോടുണ്ട്. പരിപ്പോടുണ്ടായിരുന്നു. മുളക് ബജിയുണ്ട്. കുഴപ്പമില്ല കേട്ടോ. പക്ഷേ മുട്ട ബജി അല്ലല്ലോ. 8 രൂപ. മറ്റേ മസാല കൊണ്ടൊക്കെ ഇത്തിരി ഉപ്പ് കൂടുതലായിരുന്നു.
ഞങ്ങൾക്ക് അപ്പോൾ അവിടെ നിന്ന് പോന്നപ്പോൾ മുട്ട ബജിയും ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേനും അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കണം. അപ്പോൾ ഒരുവിധം പച്ചരിയൊക്കെ കഴുകി എടുത്ത് വാർന്ന് വെള്ളം പോയതിനു ശേഷം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മളത് വീടിൻ്റെ തൊട്ടടുത്താണ്, എന്നാലും കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുത്തുവിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇത് അവൻ എത്ര ചോദിച്ചാലും തരില്ല. എനിക്ക് ഇന്നലെ മറ്റേ കക്കൂസറ ടാങ്ക് കഴുകാൻ തന്നത്, ഇത്രയും പോലും തരില്ല. അങ്ങനെ നമ്മളത് ഏൽപ്പിച്ച്. അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടികളൊക്കെ ഒരുവിധം അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉമ്മച്ചിക്ക് ഷാൾ എടുക്കാണ്ട് അത് നടന്നിട്ടില്ല. അതിനിപ്പോൾ നാളെങ്ങാനും പോവും. അപ്പോൾ ഇവിടെ നോക്കിയൊക്കെ ഫുള്ള് മുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തിൽ ഇപ്പോൾ 2 മഴയിൽ പെട്ടെന്ന് മുങ്ങി. ഇതിപ്പോൾ ഈ പ്രാവശ്യം അധികം പെട്ടെന്ന് മുങ്ങിയില്ല. കാരണം പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ട് തുറക്കേണ്ട ഇതില്ലേ, ഓസോളും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുകൊണ്ട് പെട്ടെന്ന് മുങ്ങിയിട്ടില്ല ഇപ്രാവശ്യം. എന്നാലും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെയുള്ള ഈ ഒരു ഭാഗക്കാർക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ എത്തിയപ്പോഴാണ് മക്കളെ സീന്. നമ്മളെ വീഡിയോ, അതായത് എൻ്റെ വീഡിയോ കാണുന്നവർ എപ്പോഴും വിചാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ പ്രാവശ്യമെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇവർക്ക് എപ്പോഴും ഈ ഇറച്ചി തന്നെ ഉള്ളൂ അല്ലെങ്കിൽ ബിരിയാണി തന്നെ ഉള്ളൂ, അതുള്ളൂ, സാധാ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ നമ്മളെ വീട്ടിലും സാധാ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ചമ്മന്തിയും അയിലക്കറിയും ഇട്ട് ഇന്നലത്തെ. അപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നില്ല സത്യം പറഞ്ഞ ഈ പനി വന്നപ്പോൾ. വീഡിയോ ഇത്രേ ഉള്ളൂ, അതിൻ്റെ പേയാണ്. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.